പോവുകയാണ്. അവരോടൊപ്പം യേശു കൂടെ നടന്നു. ഹല്ലേലൂയ. എന്നാൽ അവരെ യേശുവിനെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് അല്പനേരത്തേക്ക് നിരോധിച്ചിരിക്കുന്നു. അല്പനേരത്തേക്ക് ചിലപ്പോൾ ദൈവ സാന്നിധ്യം നിനക്കറിയാതെ നിന്റെ കണ്ണ് ചിലപ്പോൾ നിരോധിച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട, നിന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്നെ വിട്ടുകളയുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പോകുന്ന സമയത്ത് അവർ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഹല്ലേലൂയ. അവരുടെ പ്രതീക്ഷ ഇതായിരുന്നു, യേശുവിനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. അവൻ നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ആമേൻ. ദൈവപൈതലേ, നിനക്ക് നിനക്കെതിരായിട്ട് ആമേൻ പ്രതീക്ഷയ്ക്കെതിരായിട്ട് വരുമ്പോൾ നീ ഓർത്തുകൊള്ളണം, ഒരു ഫ്രൈഡേ ഉണ്ടെങ്കിലേ ഒരു സൺഡേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൺഡേ ഉയർപ്പിന്റെ ദിവസമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നീ ഭാരത്തിൽ ഞെരങ്ങിയിരിക്കുകയായിരിക്കും. എന്നാൽ ഹല്ലേലൂയ, ഒരു ഉയർപ്പിന്റെ പ്രഭാതം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ നിനക്ക് കാണുവാൻ കഴിയാതെ വണ്ണം മൂടപ്പെട്ട അവസ്ഥകൾ ഉണ്ടെങ്കിലും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. സ്തോത്രം. വചനം ആമേൻ. യേശു അവരോട് വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകന്മാര് പറഞ്ഞതൊക്കെ, വാഗ്ദത്തങ്ങളെ, അവകാശങ്ങളെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രവാചകന്മാര് പറഞ്ഞതൊക്കെ പറഞ്ഞു. ആമേൻ. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. വചനം നിന്നെ കത്തിക്കുന്നതാണ്, നിന്റെ ഹൃദയത്തിൽ ജീവൻ പകരുന്നതാണ്. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ജനം കത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ തീ നിനക്ക് മുമ്പായി പുറപ്പെട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ ഹല്ലേലൂയ വഴികളെ കത്തിയെരിഞ്ഞ് ചാമ്പലാ. ഹല്ലേലൂയ. ശത്രുവിന്റെ പദ്ധതികളെ ഹല്ലേലൂയ ബേൺ ചെയ്ത് കളയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അവർ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുന്നു, യേശു മുന്നോട്ട് നടക്കുന്നവരെ വിട്ടുപോകുന്ന ഒരു ഭാവം കാണിച്ചു. ആമേൻ. സ്തോത്രം. ചിലപ്പോൾ നീ വിചാരിക്കും, യേശു എന്നെ അങ്ങ് വിട്ടുപോയോ, കൂടെ ഇല്ലയോ, എന്റെ പടകിൽ യേശു ഇല്ലയോ എന്നൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, അവർ അവനെ നിർബന്ധിച്ചു, ഞങ്ങളുടെ കൂടെ പാർക്ക. ഹല്ലേലൂയ. നിലവിളിക്കുന്ന ദൈവപൈതൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നീ കരയുന്നുവെങ്കിൽ, നീ നിലവിളിക്കുന്ന ദൈവപൈതലെങ്കിൽ ഹല്ലേലൂയ നിന്റെ കൂടെ പാർക്കുന്ന ദൈവമാണ്. അവൻ വിട്ടുപോയില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അവൻ പിന്നെയും മടങ്ങി വന്ന് നിലവിളിക്കുന്ന ദൈവപൈതലേ, ഹല്ലേലൂയ, നീ ഒരു തുള്ളി കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ പൽക്കാലം ആലോചന തരുന്നത്. ഹല്ലേലൂയ. ആരും കാണാതെ നിന്റെ റൂമിൽ കയറി. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ ഭർത്താവ് ചിലപ്പോൾ ഉറക്കമായിരിക്കും. എന്നാൽ നിലവിളിച്ച ഓരോ കണ്ണുനീരിനും മറുപടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പൈതലിന് വേണ്ടി നിലവിളിച്ചത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വിടുതൽ കാണാതെ ഭാരപ്പെടുത്തുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് ഹല്ലേലൂയ ഈ പൽക്കാലം അവരോടുള്ള ദൈവത്തിന്റെ ആലോചന. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം അരുളും. ആമേൻ. ഐസയ്യാ 65:4 പറയുന്നു, ആമേൻ, പണ്ട് മുതൽ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി കരുതിയിട്ടുള്ള ഒരു ദൈവം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ. തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഐസയ്യാൽ വേറൊരിടത്ത് പറയുന്നു, അവർ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. നിങ്ങൾക്കെല്ലാം അനുഭവമുള്ളതാണ്, എന്നാൽ ഓർപ്പിച്ചുണർത്തുകയാണ്. ഹല്ലേലൂയ. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നോട് കൂടെ വരുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവരോട് കൂടെ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ചില ആഴമായ സത്യങ്ങളെ, നിനക്ക് വേണ്ടിയുള്ള പ്ലാനുകളെ, നിനക്ക് വേണ്ടിയുള്ള പദ്ധതികളെ, നിനക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ ഈ പകൽക്കാലം വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നീ ക്ഷീണിച്ചു പോകുവാൻ അല്ല. ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പേ നിന്നോട് പല വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ ഇന്നൊന്നും കാണാതെ വിട മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയെങ്കിൽ ഈ പൽക്കാലം ദൈവജനം ഹല്ലേലൂയ ശക്തിയോടെ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, ആരാധിക്കുമ്പോൾ ചിലത് മറഞ്ഞു കിടക്കുന്നൊക്കെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ചില വിവാഹങ്ങൾ മറഞ്ഞു കിടക്കുകയാണ്. വിവാഹത്തിനുള്ള വഴികളെ ആമേൻ മറഞ്ഞിരിക്കുകയാണ്. നിനക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. നിന്റെ കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുന്നില്ല. ഹല്ലേലൂയ. നിന്റെ പൈതലിന് വേണ്ടി ഒരുക്കുന്ന കൃപ ആ തക്ക സമയത്ത് വെളിപ്പെട്ടു വരുവാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പൽക്കാലം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എങ്ങനെ ഇത് സംഭവിക്കും?
എന്നാൽ 4 നാളായി നാറ്റം ഭവിച്ച അവസ്ഥയായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ചുറ്റുപാടൊക്കെ നാറ്റമായി എന്ന് പറഞ്ഞ് പോകുന്ന നിന്റെ കുടുംബമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നിന്നെ തിരിച്ചൊരു സൗരഭ്യവാസനയാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് നീ നാറ്റ വിഷയമായിട്ട് നിനക്ക് തോന്നിയെന്നിരിക്കാം. എന്നാൽ ആമേൻ, 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയ്ക്കുള്ളിൽ കടന്നു വരുന്ന യേശു, ഹല്ലേലൂയ, കല്ലറയ്ക്കടുത്ത് കടന്നു വരുന്ന യേശു നിന്റെ പൈതൽ, ഹല്ലേലൂയ, ഒരു പക്ഷെ മരിച്ച അവസ്ഥയെന്ന് തോന്നിയായിരിക്കും, ആത്മീയ മരണം സംഭവിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഭാരപ്പെടേണ്ട. ദൈവ പൈതൽ കരയുന്ന ദൈവ പൈതലിന് വേണ്ടി തക്ക സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. തക്ക സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഹല്ലേലൂയ അനേക അനുഭവങ്ങൾ പറയണമെന്നുണ്ട്. ഞാൻ പറയട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിലെ, അവളുടെ പൈതല് ഒരു ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ആൽക്കഹോളും കുടിച്ച് ഡ്രഗും എല്ലാം അടുത്ത് ഇങ്ങനെ വളരെ വഷളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് ഈ സഹോദരി വളരെ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിലും ആരാധിക്കുന്ന ഒരു സഹോദരി. എല്ലാവരും ഇവളോട് ക്വസ്റ്റ്യനിങ് ആയി. ഇവൾക്ക് തന്നെ ഒരു പ്രയാസമായി, കർത്താവേ, എങ്ങനെയാണ് ദൈവത്തിന്റെ സന്നിധി എനിക്ക് നിൽക്കുവാൻ ഒക്കുന്നത്? മനുഷ്യരുടെ ചോദ്യചിഹ്നങ്ങൾ എൻ്റെ നേരെ ഉയരുന്നു. അമ്മ ശക്തമായി നീ പ്രാർത്ഥിക്കുന്നു, നിന്റെ പൈതൽ ഇങ്ങനെ നടക്കുന്നു. വളരെ ഭാരപ്പെട്ടു. എന്നാൽ ഒരു ദിവസം അവൾ പറഞ്ഞു, അവളോട് പറഞ്ഞു, യുവർ സൺ, നിന്റെ മകനെ കുടിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയിരിക്കും, ജയിലിലായിരിക്കും എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല. ആമേൻ, സ്തോത്രം. അവള് പറഞ്ഞു, എന്റെ പൈതൽ പാതാളത്തിന്റെ താഴെ പോയാലും ഹല്ലേലൂയ, അവിടെ നിന്ന് എന്റെ പൈതലിനെ ഉയർപ്പിക്കുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ ജയിലിലല്ല, പാതാളത്തിന്റെ അടിത്തട്ടിൽ പൊക്കോട്ടെ, എനിക്ക് ഭാരമില്ല. കാരണം ഞാൻ വിശ്വാസത്താൽ ആ പൈതൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്നതും ഹല്ലേലൂയ ദൈവീയ വാഗ്ദത്തങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അവള് ഭാരപ്പെട്ടില്ല. അവള് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജയിലിൽ വെച്ച് തന്നെ അവന് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. യേശുവിന്റെ ദർശനം കണ്ട് ഹല്ലേലൂയ, ആമേൻ, ആ പൈതൽ ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെടുത്തു. അധികം നാൾ എടുത്തില്ല. എന്നാൽ നിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, ഹല്ലേലൂയ, നീ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. ശത്രു നിന്നെ ക്ഷീണിപ്പിക്കുവാൻ നോക്കും, എന്നാൽ ക്ഷീണിച്ചു പോകരുത്. വാഗ്ദത്തം നിനക്കുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തം നിനക്കുള്ളതാണ്. നീ വിശ്വാസ കണ്ണാൽ കണ്ടുകൊള്ളണം. നിന്റെ പൈതൽ സ്റ്റേജിൽ നിന്ന് ആരാധിക്കുന്നത്, ആമേൻ, ദൈവത്തെ സ്തുതിക്കുന്നത് വിശ്വാസ കണ്ണാൽ നീ കണ്ടുകൊള്ളണം. ഇന്ന് നീ കാണുന്നില്ലെങ്കിലും ഹല്ലേലൂയ, ആമേൻ, നിന്നോടൊപ്പം വചനമെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നിന്നോട് പറഞ്ഞതെല്ലാം നീ ഓർത്ത്, ആമേൻ, സ്തോത്രം, ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ അത്ഭുതങ്ങളുടെ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ വാക്കു പറഞ്ഞ് മാറാത്ത ദൈവമാണ്. എനിക്ക് പല ഭാഗങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എസെക്കിയേലിന്റെ ഭാഗത്തിൽ നാം ഒരു ഭാഗത്ത് കാണുന്നു. ആമേൻ, എസെക്കിയേൽ 37:1 മുതൽ വായിക്കുമ്പോഴേ പ്രവാചകനെ ഒരു താഴ്വരയിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുകയാണ്. ഹല്ലേലൂയ. ആ താഴ്വര അസ്ഥികൂടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അസ്ഥികൂടങ്ങൾ, ആമേൻ, ദേ ആർ ഡ്രൈ. അത് ഏറ്റവും ഉണങ്ങിയതാണ്. അത് പരപ്പിൽ ചിതറി കിടക്കുന്നു. ഹല്ലേലൂയ. പരപ്പിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾ. വല്ല പ്രത്യാശയുണ്ടോ? ഒരു പ്രത്യാശയുമില്ല. ഹല്ലേലൂയ. എന്തൊരു കൊള്ളാം, ഈ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് കിടക്കുകയാണ്. ആമേൻ. ഒരു പ്രത്യാശയുമില്ല. അവർ പറയുന്നു, ഇസ്രായേൽ ജനത്തെ പറ്റിയാണ് ഈ അസ്ഥികൂടങ്ങളെ പറ്റി പറയുന്നത്. ഇസ്രായേൽ ജനം പരക്കെ കിടക്കുകയാണ്. ഒരു പ്രത്യാശയുമില്ല. അവരിപ്പം പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു പ്രത്യാശയുമില്ല. ഇന്ന് ചില ജീവിതങ്ങളുടെ അനുഭവങ്ങളിൽ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, തീരെ പ്രത്യാശയില്ലാത്ത ചില അനുഭവങ്ങൾ നിന്റെ ഭവനത്തിലുണ്ട്. ഈ പകൽക്കാലം ആരാധനയ്ക്ക് വരുമ്പോഴൊക്കെ നല്ല സന്തോഷമാണ്, ഒന്നിച്ചു കൂടി ഇരിക്കുമ്പോൾ, സാക്ഷി പറയുവാനൊക്കെ, ദൈവവചനം കേൾക്കുമ്പോൾ. എന്നാൽ ഒറ്റയ്ക്ക് നിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ നിന്നെ നിരാശപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം 37:13 വായിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവരെ ഓർപ്പിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ഞാൻ നിന്നെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം.
ആമേൻ ശവക്കുഴിയിൽ നിന്ന് കയറ്റി നിന്നെ ഒരു സൈന്യമാക്കി മാറ്റുമ്പോൾ അന്ന് ഞാൻ യഹോവയെന്ന് നീ അറിയും. ദൈവത്തിന് സ്തോത്രം. യഹോവയെന്ന് നീ അറിയും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെടുകയായിരിക്കും. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിനൊരു തക്ക സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നൊരു വാഗ്ദത്തം തരികയാണ്. ഹല്ലേലൂയ. അത് നിനക്കുള്ള വാഗ്ദത്തമാണ്. സ്തോത്രം. ആമേൻ. നിന്നെ ആമേൻ ഹല്ലേലൂയ ഇസ്രായേലേ നിന്നെ ശവക്കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു ചിതറിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മടക്കി വരുത്തി ഒരു സൈന്യമായി നിർത്തുന്ന സമയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് കിടക്കുന്ന എവിടാ? ഇന്ന് പോയിന്റ് എ കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് കണ്ടാൽ യാതൊരു പ്രത്യാശയുമില്ല, ചിതറിക്കിടക്കുകയാണ്. എന്നാൽ വാഗ്ദത്തം എന്താണ്? പോയിന്റ് ബി. ഹല്ലേലൂയ. നിന്നെ എത്തിക്കേണ്ടത് ഇവിടെയാണ്, നിന്നെ എത്തിക്കേണ്ടത്. എന്നാൽ ഇന്ന് ഇരിക്കുന്ന ഇവിടെ. ഹല്ലേലൂയ. എന്നാൽ ഈ പോയിന്റ് എയിൽ നിന്ന് ഈ പോയിന്റ് ബിയിലേക്ക് ചെല്ലണമെങ്കിൽ ചില സ്റ്റെപ്പുകളുണ്ട്. ആമേൻ. വാഗ്ദത്തം നിനക്കുള്ളത്, നീ പോയിന്റ് ബിയിൽ എത്തും. ആമേൻ. വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. നീ പോയിന്റ് ബിയിൽ എത്തേണ്ടത് ദൈവത്തിന്റെ പ്ലാനാണ്. എന്നാൽ ഇവിടെ നിന്ന് ചില ആമേൻ സ്തോത്രം ഇതിന്റെ ഇടയിൽ ആമേൻ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീ എന്ത് ചെയ്യണം? നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കണം. ഹല്ലേലൂയ. ഈ ഉണങ്ങി കിടക്കുന്ന അസ്ഥികളെ നോക്കി, ഹല്ലേലൂയ, ഈ താഴ്വരയിൽ ചുറ്റി നടക്കുന്ന അസ്ഥികളെ നോക്കി നീ ഒന്ന് ചുറ്റി നടക്കണം. നീ ഒരു ആത്മഭാരം എടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ ചിലപ്പോൾ രാത്രികാലം ഇതിനെ ഉണർത്തി പ്രാർത്ഥിക്കുവാൻ 2 മണിക്ക് 3 മണിക്ക് ഇതിനെ ഉണർത്തും. ഹല്ലേലൂയ. നീ ആത്മഭാരം ഏറ്റെടുക്കുമെങ്കിൽ വലിയ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ പ്രോമിസിലേക്ക് വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദർശനം സമാപ്തിയിലേക്ക് എത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് താമസിച്ചാലും അത് നിശ്ചയമായും വരും. ഹല്ലേലൂയ. അത് നിശ്ചയമായും വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തൻ. അതുകൊണ്ട് വേഴ്സ് 4 പറയുന്നു, നീ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കണം. എങ്ങനെ ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കുന്നത്? കണ്ടാൽ ഡ്രൈ, ഒരു പ്രത്യാശയുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ കണ്ടിട്ട് നമ്മൾ പറയും, ചില കുഞ്ഞുങ്ങളുണ്ട്, നമ്മൾ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് അവരുടെ സ്വഭാവവും അവരുടെ രീതിയല്ല, അല്ലേ? ശരിയാണോ? ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അമേരിക്കയിൽ അങ്ങനെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ അവരുടെ പോക്ക് അവരുടെ വരവൊക്കെ കണ്ടാൽ നമുക്ക് വളരെ ഭാരം തോന്നും. എന്നാൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ചില പേരൻസ് ആയിരിക്കുന്ന നമുക്ക്, മാതാപിതാക്കന്മാര് നമുക്ക് ചില അധികാരം ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ വായിൽ തന്നെ ജീവനും മരണവും ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ ചുറ്റുപാട് ഈ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ചില ദൈവം ചില അധികാരങ്ങളെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും തന്നിട്ടുണ്ട്. അവരുടെ മേൽ ബ്ലെസ്സിങ് ഹല്ലേലൂയ ആമേൻ അവരുടെ മേൽ അനുഗ്രഹം എന്ന് വിളിച്ചു പറയുമെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ പോകുകയാണ്. എന്നാൽ അവർ നെഗറ്റീവായിട്ട് നടക്കുമ്പോഴും ആമേൻ ചിലപ്പോൾ ഹല്ലേലൂയ നിന്റെ പ്രതീക്ഷയ്ക്ക് എതിരായിട്ടായിരിക്കും അവർ നടക്കുന്നത്. അവർ റോങ് വഴിയിൽ റോങ് കൂട്ടുകാരുമായിട്ട് ചീത്ത കൂട്ടുകെട്ടുകളിലെ ചീത്ത സംസാരവുമായിട്ടൊക്കെ പോകുന്നിരിക്കും. നിന്നെ വളരെ ഭാരപ്പെടുത്തും. എന്നാൽ ഹല്ലേലൂയ അവരെ നീ സ്നേഹിക്കുമെങ്കിൽ ഹല്ലേലൂയ അവരോട് ഹല്ലേലൂയ അവരെ നീ അനുഗ്രഹിക്കുമെങ്കിൽ ദൈവം വലിയ വിടുതലുകൾ നടക്കും. അവരെ എപ്പോഴും ചില പേരൻസ് കണ്ടിട്ടുണ്ട്, എപ്പോഴും വഴക്ക, അവരോട് ഇങ്ങനെ ഹാർപ്പിംഗ് എന്ന് പറയും, ഇവിടെ എപ്പോഴും ക്രിട്ടിസൈസിങ്. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ? മലയാളത്തിൽ പറയുന്നത് എന്തുവാ? ക്രിട്ടിസൈസിങ് എന്ന് പറഞ്ഞ് എപ്പോഴും വഴക്കം പറഞ്ഞ് എപ്പോഴും ഐ നോ കിഡ്സ് ആർ നോട്ട് എല്ലാ ദിവസവും അവർ നല്ല പിള്ളേരല്ല. എന്നാലും നീ ഓർക്കണം, വാഗ്ദത്തം ഓർക്കണം. എൻ്റെ പൈതന്റെ മേലുള്ള വാഗ്ദത്തം ഇങ്ങനെ അല്ല, ഞാൻ ഇന്ന് കാണുന്നതല്ല. അത് നോക്കിയാൽ നിനക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നീ ഓർക്കണ്ടേ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള വാഗ്ദത്തം ഓർത്തുകൊണ്ടാൽ ഹല്ലേലൂയ നിനക്ക് അവരെ അനുഗ്രഹിക്കുവാൻ കഴിയും. ഹല്ലേലൂയ.